ഈ വീഡിയോയിൽ നമ്മൾ മക്ലോറിൻ സീരീസുമായി ബന്ധപ്പെട്ട പുതിയൊരു പ്രോബ്ലമാണ് പരിചയപ്പെടാൻ പോകുന്നത്. The problem is, if y is equal to sin inverse x divided by root 1 minus x square, where 1 less than x less than 1 and minus pi by 2 less than sin inverse x less than pi by 2, prove that 1 minus x square into yn plus 1 minus 2n plus 1 yn into x minus n square into yn minus 1 is equal to 0. Assuming that y can be expressed in ascending powers of x of the form a0 plus a1x plus a2x square plus etc. an x raised to n, prove that n plus 1 into an plus 1 is equal to n into an minus 1. Hence obtain the general term of the expansion. രണ്ട് കാര്യങ്ങളാണ് ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതായി സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ, അതിന് y എന്ന് കൊടുത്താൽ ആ y എന്നുള്ളത് ഈ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. രണ്ടാമതായി ഈ y എന്നുള്ളതിന്റെ സീരീസ് എക്സ്പാൻഷൻ ആണ് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര എങ്കിൽ n plus 1 into an plus 1 is equal to n into an minus 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇനി മൂന്നാമതായി ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. an എന്ന് പറയുന്ന ഈ കോഎഫിഷ്യന്റ് ജനറൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ആണ് ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ ഭാഗം y is equal to sin inverse x divided by root 1 minus x square. root 1 minus x square ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ root 1 minus x square into y is equal to sin inverse x square ചെയ്യുന്നു. So 1 minus x square into y square is equal to sin inverse x the whole square. Differentiation നടത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പ്രോഡക്റ്റ് റൂൾ. So 1 minus x square into derivative of y square is 2y into y1 plus y square into derivative of 1 minus x square is minus 2x and derivative of sin inverse x the whole square is 2 sin inverse x into derivative of sin inverse x which is 1 by root 1 minus x square. Sin inverse x divided by root 1 minus x square ne y എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. So the expression becomes 2y. നമ്മൾ എക്സ്പ്രഷനെ ത്രൂ ഔട്ട് 2y കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കുറച്ചുകൂടെ സിംപ്ലർ ഫോമിലാക്കാൻ വേണ്ടിയാണ്. So this expression becomes 1 minus x square into y1 minus xy is equal to 1. ഇനി നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യുക, yn plus 1 ആണ് വേണ്ടത്, yn plus 2 അല്ല. സോ y1 കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ yn plus 1 കിട്ടും. സോ ഈ എക്സ്പ്രഷനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി yn plus 1ന്റെ എക്സ്പ്രഷൻ കിട്ടാൻ. നമ്മൾ ലെബനീസ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സ്പ്രഷനെ പ്രോഡക്റ്റ് റൂളിന് വേണ്ടി u is equal to y1 എന്നും v is equal to 1 minus x square എന്നും കൊടുക്കുന്നു. സെക്കൻഡ് എക്സ്പ്രഷന്റെ കേസിൽ u is equal to y എന്നും v is equal to x എന്നും കൊടുക്കുന്നു. സോ ദിസ് ബിക്കംസ് y1 ന്റെ n ടൈംസ് ഉള്ള ഡെറിവേറ്റീവ് yn plus 1 into v which is 1 minus x square plus nc1 into yn into derivative of 1 minus x square is minus 2x plus nc2 into yn minus 1 into derivative of minus 2x is minus 2 plus അടുത്ത ടേമിന്റെ അകത്ത് ഡെറിവേറ്റീവ് ഓഫ് minus 2 വരും which is 0 and after that every other term is 0. അടുത്തതായിട്ട് xy യുടെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആൻസർ ആണ്. മൈനസ് കോമൺ എടുക്കുന്നു, u is equal to y എന്നാണ് ചൂസ് ചെയ്തത്. സോ yn into x എന്ന് വരും പ്ലസ് nc1 into yn minus 1 into derivative of x which is 1. അതിനുശേഷമുള്ള സ്റ്റേജിൽ 1ന്റെ ഡെറിവേറ്റീവ് വരും which is 0. So after that stage every other term is 0. So the expression becomes this. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ yn plus 1 into 1 minus x square minus 2n x into yn minus n into n minus 1 into yn minus 1 minus yn into x minus n yn minus 1 is equal to 0. അതിൻ്റെ അകത്ത് yn ന്റെയും yn minus 1 ന്റെയും ടേംസ് ഒരുമിച്ച് എഴുതുമ്പോൾ yn plus 1 into 1 minus x square minus 2n plus 1 into xyn
അത് 2nx yn ഉം yn x കൂടെ ചേർത്ത് എഴുതുമ്പോഴാണ് ഇവിടുന്ന് മൈനസ് പ്ലസ് n yn മൈനസ് 1 ഉം മൈനസ് n yn മൈനസ് 1 ഉം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ മൈനസ് n സ്ക്വയർ yn മൈനസ് 1 ഇസിക്കൽ ടു 0 എന്ന് കിട്ടും. അതിന് എക്സ്പ്രഷൻ നമ്പർ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. x ഇസിക്കൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ y of 0 വാല്യൂ കിട്ടും. y of 0 ഇസിക്കൽ ടു sin verse 0 divided by root of 1 minus 0 square. sin verse 0 0 ആണ്. So y of 0 becomes 0. അടുത്തതായിട്ട് y1 കണ്ടുപിടിക്കാൻ വേണ്ടി ഈ എക്സ്പ്രഷന്റെ അകത്ത് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 മൈനസ് എക്സ് വൈ ഇസിക്കൽ ടു 0 എന്നുള്ള എക്സ്പ്രഷന്റെ അകത്ത് x ഇസിക്കൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. സോ 1 മൈനസ് 0 സ്ക്വയർ ഇൻറ്റു y1 0 മൈനസ് 0 ഇൻറ്റു y of 0 ഇസിക്കൽ ടു 1. സോ y1 of 0 becomes 1. ജനറൽ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ജനറൽ എക്സ്പ്രഷന്റെ അകത്ത് x is equal to ഇക്വേഷൻ നമ്പർ 1 ന്റെ അകത്ത് x is equal to 0 എന്ന് കൊടുക്കുക. സോ yn പ്ലസ് 1 ഓഫ് 0 ഇൻറ്റു 1 മൈനസ് 0 സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു 0 ഇൻറ്റു yn ഓഫ് 0 മൈനസ് n സ്ക്വയർ ഇൻറ്റു yn മൈനസ് 1 ഓഫ് 0 is equal to 0 എന്ന് കിട്ടും. അതിൽ നിന്ന് സെക്കൻഡ് ടേം ക്യാൻസൽ ആയി പോകും. സോ yn പ്ലസ് 1 ഓഫ് 0 ഈക്വൽ ടു n സ്ക്വയർ ഇൻറ്റു yn മൈനസ് 1 ഓഫ് 0. ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഓൾറെഡി നമ്മൾ y ഓഫ് 0യും y1 ഓഫ് 0യും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ n ഇസിക്കൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ y2 ഓഫ് 0 എന്ന് കിട്ടും. y2 ഓഫ് 0 ഇസിക്കൽ ടു 1 സ്ക്വയർ ഇൻറ്റു y ഓഫ് 0 എന്ന് കിട്ടും. y ഓഫ് 0 0 ആയതുകൊണ്ട് y2 ഓഫ് 0യും 0 ആണ്. അടുത്ത സ്റ്റേജിൽ n ഇസിക്കൽ ടു 3 എന്ന് കൊടുക്കുമ്പോൾ y4 ഓഫ് 0 ഇസിക്കൽ ടു n സ്ക്വയർ ഇൻറ്റു y2 ഓഫ് 0 എന്ന് കിട്ടും. y2 ഓഫ് 0 0 ആയതുകൊണ്ട് y4 0 ആണ്. y4 0 ആയതുകൊണ്ട് y6 0 ആണ്. y6 0 ആയതുകൊണ്ട് y8 0 ആണ്. അങ്ങനെ ഈവൻ ഇൻഡെക്സ് ഉള്ള എല്ലാ പവേഴ്സും 0 ആണെന്ന് കിട്ടും. അടുത്തത് നമ്മൾ y1 ഉണ്ട്. y1 വെച്ച് y3 ആണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. n ഇസിക്കൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ y3 ഓഫ് 0 ഇസിക്കൽ ടു 2 സ്ക്വയർ ഇൻറ്റു y2 ഓഫ് 0 എന്ന് കിട്ടും. y1 ഓഫ് 0 എന്ന് കിട്ടും. y1 ഓഫ് 0 ഇസിക്കൽ ടു 1 എന്നാണ്. സോ 2 സ്ക്വയർ ഇൻറ്റു 1 വിച്ച് ഈസ് 2 സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് y3 കിട്ടും. ജനറലി y5 y7 ഇത് കണ്ടുപിടിക്കാനും പറ്റും ഈ എക്സ്പ്രഷൻ വെച്ച്. നമുക്ക് ഓൾറെഡി അങ്ങനെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചു. സെക്കൻഡ് പാർട്ടിന്റെ അകത്ത് നമുക്ക് തന്നിട്ടുണ്ട് ഈ എക്സ്പ്രഷനെ നമുക്ക് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് എഴുതാൻ പറ്റുമെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി മക്ലോറിൻസ് തിയറം വെച്ച് ഇതിനെ എഴുതാൻ സാധിക്കുന്നത് y is equal to y of 0 പ്ലസ് y1 of 0 x divided by 1 factorial plus y2 of 0 x square divided by 2 factorial plus etc എന്നുള്ളതാണ്. ഇത് രണ്ടും സെയിം ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. കാരണം ഒരു ഫംഗ്ഷനെ ഒരൊറ്റ സീരീസിന്റെ യുണീക് ഫോമിലേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പോളിനോമിയൽസ് ഈക്വൽ ആകുക എന്ന് വെച്ചാൽ അതിന്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഈക്വൽ ആകുക. സോ a0ഉം y ഓഫ് 0യും ഈക്വൽ ആയിരിക്കും. a1ഉം y1 ഓഫ് 0 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഈക്വൽ ആയിരിക്കും. a2ഉം y2 ഓഫ് 0 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയലും ഈക്വൽ ആയിരിക്കും. കാരണം x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് a2ഉം ഇവിടെ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് y2 0 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇൻ ജനറൽ an ഉം yn ഓഫ് 0 ഡിവൈഡ് ബൈ n ഫാക്ടോറിയലും സെയിം ആയിരിക്കും. ഇവിടെ നിന്ന് y1 of 0 is equal to a1 എന്ന് എഴുതാം. y2 of 0 is equal to 2 factorial into a2 എന്ന് എഴുതാം. ഇൻ ജനറൽ yn of 0 is equal to n factorial into a എന്ന് എഴുതാം. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ എയിലേക്ക് പോകുന്നു. ഇക്വേഷൻ നമ്പർ എക്ക് അകത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് yn plus 1 of 0 is equal to n square into yn minus 1 of 0 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. yn plus 1 of 0യെ നമുക്ക് n plus 1 factorial into an plus 1 എന്ന് എഴുതാം ഈ എക്സ്പ്രഷൻ വെച്ചിട്ട്. അതുപോലെ yn minus 1നെ of 0യെ n minus 1 factorial into an minus 1 എന്ന് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നു. ഇവിടെ n into n minus 1 factorialനെ n factorial എന്ന് എഴുതാൻ പറ്റും. n plus 1 factorialനെ n plus 1 into n factorial എന്ന് എഴുതാൻ പറ്റും. n factorial രണ്ട് സൈഡും ക്യാൻസൽ ചെയ്ത് കളയുന്നു. അപ്പോൾ ബാക്കി റിമൈൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ n plus 1 into an, റൈറ്റ് സൈഡിൽ ഒരു n into an minus 1. സോ n plus 1 an is equal to n into an minus 1 എന്ന് കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സെക്കൻഡ് പാർട്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്താൽ മതി. നമുക്ക് an ന്റെ ജനറൽ എക്സ്പ്രഷൻ കിട്ടണം. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു y2 of 0 0 ആണ്. അതുകൊണ്ട് y4 of 0 0 ആണ്. y2 0 ആയതുകൊണ്ട് a2 0 ആണ്. കാരണം a2 is equal to 2 factorial into y2 ആണ്. y2 of 0 divided by 2 factorial.
അപ്പോൾ A2 0 ആയിരിക്കും. A2 0 ആയതുകൊണ്ട് A4 0 ആയിരിക്കും. കാരണം Y2 0 ആയതുകൊണ്ട് Y4, Y6, Y8 തുടങ്ങിയവയെല്ലാം 0 ആയിരിക്കും. അതുകൊണ്ട് A2, A4, A6 തുടങ്ങിയവയെല്ലാം 0. ഇനി നമ്മൾ ഈ എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ എക്സ്പ്രഷൻ എക്കകത്ത് നമ്മൾ n is equal to 2 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ n+1 ദാറ്റ് ഈസ് 3 into A3 is equal to n into an-1 ദാറ്റ് ഈസ് 2 into A1 എന്ന് കിട്ടും. A1 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് y1 ആണെന്ന്. y1 of 0 is equal to 2 ആണ്, 1 ആണ്. സോ ദിസ് becomes 2. So 3A3 becomes 2. Similarly, n is equal to 4 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ 5A5 is equal to 4A3 എന്ന് കിട്ടും. ഈ എക്സ്പ്രഷൻ്റെ അകത്ത് ഇക്വേഷൻ നമ്പർ ബിക്ക് അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ സിമിലർലി n is equal to 6 എന്ന് കൊടുക്കുമ്പോൾ 7A7 is equal to 6A5 എന്ന് കിട്ടും. ലാസ്റ്റ് നമ്മൾ 2n+1 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ 2n+1 into A2n+1 is equal to 2n into A2n-1. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളത് നമ്മൾ ഓഡ് ഇൻഡെക്സുകൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈവൻ ഇൻഡെക്സുകളെല്ലാം ഓൾറെഡി 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ത്രൂഔട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 5 into 7 into etc. into 2n+1 into A3 into A5 into A7 into etc. A2n+1 എന്ന് കിട്ടുന്നു. റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 4 into 6 into etc. 2n into A3 into A5 into etc. 2n-1. രണ്ട് സൈഡിലും A3, A5 etc. A2n-1 വരെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 3 into 5 into 7 into 9 into etc. 2n+1 into A2n+1 എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ 2 into 4 into 6 into etc. 2n എന്ന് കിട്ടും. അതിൽ നിന്ന് A2n+1 is equal to 2 into 4 into 6 into etc. 2n divided by 3 into 5 into 7 into etc. 2n+1 എന്ന് കിട്ടും. ഇതിനെ 2n ഡബിൾ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2n+1 ഡബിൾ ഫാക്ടോറിയൽ എന്നും എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട എല്ലാ ഭാഗവുമായി നമ്മൾ ആദ്യം y എന്നുള്ള എക്സ്പ്രഷൻ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു. എന്നിട്ട് ലെബനീസ് തിയറം വെച്ചിട്ട് n ടൈംസ് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടി. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്കിതിനെ a0 plus a1x plus etc. എന്നുള്ള ഫോമിൽ എഴുതി കഴിഞ്ഞാൽ n+1 into an+1 is equal to n into an-1 എന്നുള്ള എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ മക്ലോൺ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്തു. കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. കാരണം ഒരു സീരീസിന് ഒറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. സോ y of 0യും a0ഉം y1 of 0 divided by 1 factorial is equal to a1 എന്നും y2 of 0 divided by 2 factorial is equal to a2 എന്നും പ്രൂവ് ചെയ്തു. അതിനുശേഷം അത് വെച്ചിട്ട് ഇത് ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു n+1 into an+1 is equal to n into an-1 എന്ന്. ഇനി അവസാനം a-ന്റെ വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു. y2 of 0 0 ആയതുകൊണ്ട് a2 0 ആണ്, അതുകൊണ്ട് a4 0 ആണ്, അതുകൊണ്ട് a6 0 ആണ്. സോ ഈവൻ ഇൻഡെക്സ് ഉള്ള a-ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട അതെല്ലാം ഓൾറെഡി 0 ആണ്. സോ ഓഡ് ഇൻഡെക്സ് ഉള്ള a-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിന്റെ അകത്ത് അതിനുവേണ്ടി ഇക്വേഷൻ നമ്പർ ബിക്ക് അകത്ത് n is equal to 2, 4, 6 എന്നിവ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ത്രൂഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് കളയുന്നു. എന്നിട്ട് A2n+1 എക്സ്പ്രഷൻ മാത്രമായിട്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.